വിഴിഞ്ഞം കടലിൽ നിർത്താതെ പോയ ബോട്ടിന് നേരെ കോസ്റ്റ് ഗാർഡ് വെടിയുതിർത്തു. 2 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഋഷിക എന്ന ബോട്ടിലെ ജീവനക്കാർക്കാണ് വെടിയേറ്റത്. ബോട്ട് കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്തു. വൈകിട്ട് 5 മണിയോടെയാണ് തിരുവനന്തപുരത്തെ വിഴിഞ്ഞം പുറംകടലിൽ സംഭവമുണ്ടായത്. കൊല്ലം നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ഋഷിക എന്ന ബോട്ടിന് നേരെയാണ് കോസ്റ്റ് ഗാർഡ് വെടിയുതിർത്തത്. പരിശോധനയ്ക്കായി ബോട്ട് നിർത്താത്തതിനെ തുടർന്ന് മുന്നറിയിപ്പ് നൽകിയെന്നും ഇതും അവഗണിച്ചതിനെ തുടർന്നാണ് വെടിവെച്ചതെന്നാണ് കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം. എന്നാൽ മത്സ്യത്തൊഴിലാളികൾ ബോട്ടിൽ ഉറങ്ങുന്ന സാഹചര്യത്തിലാണ് കോസ്റ്റ് ഗാർഡ് വെടിവെച്ചതെന്നാണ് ബോട്ടുടമ അറിയിച്ചത്. കൊല്ലം ശക്തികുളങ്ങര സ്വദേശിയായ ജാസ്മിൻ ഷായുടെ ഋഷിക എന്ന ബോട്ട് മത്സ്യബന്ധനത്തിനു ശേഷം കന്യാകുമാരിയിൽ നിന്നും കൊല്ലത്തേക്ക് പോകവെയാണ് വെടിവയ്പുണ്ടായത്. ബോട്ടിലുണ്ടായിരുന്ന 2 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ തമിഴ്നാട് കുളച്ചൽ സ്വദേശികളായ സുബിൻ, ക്ലിന്റൺ എന്നിവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തമിഴ്നാട് സ്വദേശികളായ 9 മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത്. ബോട്ട് കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്തു. ബോട്ടിലുണ്ടായിരുന്ന മറ്റ് മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റ് ഗാർഡ് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സുനന്ദ പുഷ്കറിന്റെ കൊലപാതകത്തിന് പിന്നിൽ IPL ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് ദില്ലി പോലീസ് കമ്മീഷണർ ബസി പറഞ്ഞു. ശശി തരൂരിന്റെ കത്തിന് മറുപടി നൽകിയിട്ടില്ലെന്നും അദ്ദേഹം ദില്ലിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. IPLന് സുനന്ദ പുഷ്കർ കൊലപാതകവുമായുള്ള ബന്ധം അന്വേഷിക്കുമെന്ന് ആദ്യമായാണ് ദില്ലി പോലീസ് സ്ഥിരീകരിക്കുന്നത്. കേസിൽ നിരവധി പേരെ ചോദ്യം ചെയ്തെന്ന് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് IPL ബന്ധം അന്വേഷിക്കാൻ ദില്ലി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചത്. IPL കൂടാതെ മെഹർ തരാർ ബന്ധവും അന്വേഷിക്കും. അവസാന കാലത്ത് തരൂറുമായി മെഹർ തരാറിനുള്ള ബന്ധം, ഇതിൽ സുനന്ദയ്ക്കുണ്ടായിരുന്ന എതിർപ്പും കൊലപാതകത്തിന് കാരണമായോ എന്നാണ് അന്വേഷിക്കുക. See, when you are investigating a case, you always look into the circumstances, background of the anything which can throw light on the case. You always look into those aspects, and whatever will be required will be done by the SIT team. ശശി തരൂരിനെ എപ്പോൾ ചോദ്യം ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനമായില്ല. എത്രയും വേഗം അന്വേഷണം പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ദില്ലി പോലീസ് കമ്മീഷണർ അറിയിച്ചു. അതേസമയം ശശി തരൂർ സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേലുമായി ചർച്ച നടത്തി. കോൺഗ്രസ് പിന്തുണ നേടിയെടുക്കാനാണ് ശ്രമം. നിയമവിദഗ്ധരുമായി തരൂർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സുനന്ദ പുഷ്കറിന്റെ കൊലപാതകത്തിന് IPLുമായുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ഇതാദ്യമായി ദില്ലി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു. കേസ് അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണെന്ന സൂചനകളും പ്രത്യേക അന്വേഷണ സംഘം നൽകുന്നുണ്ട്. ദില്ലി പോലീസ് ആസ്ഥാനത്ത് നിന്നും ക്യാമറാമാൻ രാജീവ് കർണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. തിരുവഞ്ചൂരിനെതിരെ രമേശ് ചെന്നിത്തല കേശവേന്ദ്രകുമാറിനെ കരിയോയിൽ ഒഴിച്ച കേസ് പിൻവലിച്ചത് തന്റെ കാലത്തല്ലെന്ന് ചെന്നിത്തല പറഞ്ഞു. ഇക്കാര്യത്തിൽ കേശവേന്ദ്ര അതൃപ്തി അറിയിച്ചതായും ചെന്നിത്തല പറഞ്ഞു. എന്നാൽ സർക്കാരിന് അധികാരമുള്ളതുകൊണ്ടാണ് കേസ് പിൻവലിച്ചതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഹയർ സെക്കൻഡറി ഡയറക്ടറായിരുന്ന കേശവേന്ദ്രകുമാറിന്റെ ദേഹത്ത് കരിയോയിൽ ഒഴിച്ച സംഭവത്തിൽ പ്രതികളായ KSUക്കാർക്കെതിരെയുള്ള കേസ് പിൻവലിക്കുന്നതിനെതിരെയാണ് IAS അസോസിയേഷൻ പ്രതിഷേധിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുന്ന നടപടിയിൽ നിന്ന് പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണും. അടുത്ത മാസം 5-ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയാനിരിക്കെയാണ് കേസ് പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. തമ്പാനൂർ CI ആയിരുന്ന ഷീൻ തറയിൽ സമർപ്പിച്ച കുറ്റപത്രം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ മുഖ്യമന്ത്രിക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു. സർക്കാരിന്റെ തീരുമാനപ്രകാരം കേസ് പിൻവലിക്കുകയാണെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനാണ് കോടതിയെ അറിയിച്ചത്. സംഭവം വിവാദമായതോടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് കേസ് പിൻവലിച്ചതെന്ന് വ്യക്തമാക്കി രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. ഈ കേസ് പിൻവലിക്കുന്നത് എൻ്റെ ചുമതലയിൽപ്പെട്ട വകുപ്പല്ല, എനിക്ക് ആ വകുപ്പില്ല. തെറ്റിദ്ധാരണ മൂലമാണ് പല മാധ്യമങ്ങളിൽ ഈ വാർത്ത വരുന്നത്. ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ ഈ കേസ് പിൻവലിച്ചതാണ്. പക്ഷേ ഇന്ന് രാവിലെ കേശവേന്ദ്രകുമാർ എന്നെ വിളിച്ച് അദ്ദേഹത്തിന് ഇക്കാര്യത്തിലുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി അദ്ദേഹത്തിന് നീതി ലഭ്യമാകണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ കാര്യം മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കും. സർക്കാരിന് അധികാരമുള്ള കാര്യമാണ് ചെയ്തതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഗവൺമെന്റിന് അധികാരമുള്ളത് ചെയ്തു, അത്രയേ ഉള്ളൂ. +1 ഫീസ് വർധനയിൽ ചർച്ചയ്ക്കെത്തിയ KSU നേതാക്കൾ കേശവേന്ദ്രകുമാറിന്റെ ശരീരത്ത് കരിയോയിൽ ഒഴിച്ചത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയെ അറിയാമെന്ന് സോളാർ കേസ് പ്രതികൾ പറഞ്ഞിരുന്നുവെന്ന് കേസിലെ സാക്ഷി സജാദിന്റെ മൊഴി. സോളാർ കമ്മീഷൻ മുൻപാകെയാണ് സജാദ് മൊഴി നൽകിയത്. സോളാർ ഇടപാട് നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഒപ്പും സീലുമുള്ള ശുപാർശ കത്ത് കാണിച്ചിരുന്നതായും സജാദ് മൊഴി നൽകിയിട്ടുണ്ട്. സോളാർ കമ്മീഷൻ മുമ്പാകെയുള്ള സാക്ഷി വിസ്താരത്തിനിടെയാണ് പരാതിക്കാരനായ സജാദിന്റെ വെളിപ്പെടുത്തൽ. ടീം സോളാറുമായി ഇടപാട് നടക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഒപ്പും സീലുമുള്ള ശുപാർശ കത്ത് തന്നെ കാണിച്ചുവെന്നും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളിൽ പലരുടെയും ഫോൺ നമ്പർ കാണിച്ച ഇവരുമായി തങ്ങൾക്ക് ബന്ധമുണ്ടെന്നും ബിജുവും സരിതയും തന്നോട് പറഞ്ഞതായും സജാദ് വ്യക്തമാക്കി.
ഇതേ തുടർന്ന് തനിക്കടുപ്പമുള്ള മുഖ്യമന്ത്രിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം ജിക്കുമോനെ സജാദ് ടെലിഫോണിൽ വിളിച്ചു. ബിജുവും സരിതയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ നിത്യസന്ദർശകരാണെന്നും അവർ വിചാരിച്ചാൽ പദ്ധതി നടപ്പാവുമെന്നും ജിക്കുമോൻ തന്നോട് സൂചിപ്പിച്ചതായും സജാദ് പറഞ്ഞു. ഇത് വിശ്വസിച്ചാണ് സോളാർ പാനൽ പദ്ധതിക്കായി താൻ ലക്ഷങ്ങൾ നൽകിയതെന്ന് സജാദ് പറഞ്ഞു. എന്നാൽ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്ന് മനസ്സിലായപ്പോൾ ആലുവ റൂറൽ എസ്.പിക്ക് പരാതി നൽകി. പ്രതികൾക്ക് ഉന്നത ബന്ധമുള്ളതിനാൽ മറ്റ് നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണ് ഉചിതമെന്ന് എസ്.പി സൂചിപ്പിച്ചതിനെ തുടർന്ന് പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകി. ഈ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകി. തുടർന്ന് മന്ത്രി അനൂപ് ജേക്കബിനെ കാണുകയും അന്നത്തെ IG പത്മകുമാറിന് പരാതി നൽകാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയതായും സജാദ് പറഞ്ഞു. കേസ് ഉടൻ സെറ്റിൽ ചെയ്യപ്പെടുമെന്ന് IG പത്മകുമാർ പറയുകയും പിന്നീട് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നുവെന്നും സജാദ് കമ്മീഷൻ മുമ്പാകെ അറിയിച്ചു. സജാദിനെ കൂടാതെ പരാതിക്കാരനായ മജീദിനെയും വിസ്തരിച്ചു. കേന്ദ്രമന്ത്രി ഫറൂഖ് അബ്ദുള്ളയുമായും മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പം സൂചിപ്പിച്ചാണ് തന്നെ കബളിപ്പിച്ചതെന്ന് മജീദ് പറഞ്ഞു. സാക്ഷി വിസ്താരം അടുത്ത ദിവസവും തുടരും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. CPM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് കൊടിയുയർന്നു. സമ്മേളന നഗരിയായ CH അശോകൻ നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ KK ലതിക പതാക ഉയർത്തി. P സതീദേവി MP യുടെ നേതൃത്വത്തിൽ പതാക ജാഥയും KP കുഞ്ഞഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ കൊടിമര ജാഥയും നടന്നു. നാളെ രാവിലെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. CPM എറണാകുളം ജില്ലാ സമ്മേളനം നാളെ തൃപ്പൂണിത്തുറയിൽ തുടങ്ങും. സമ്മേളനത്തിന് മുന്നോടിയായി ദീപശിഖ, കൊടിമര, പതാക ജാഥകൾ സമ്മേളന നഗറിൽ സംഗമിച്ചു. നാളെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. ആറളം ആദിവാസി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPM നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ രാപ്പകൽ തുടികൊട്ട് സമരം ഇന്ന് ആരംഭിച്ചു. ആദിവാസി പുനരധിവാസമടക്കം സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കാത്ത സാഹചര്യത്തിലാണ് സമരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആദിവാസികളെ കൊണ്ട് സമരം ചെയ്യിച്ച് CK ജാനുവും ഗീതാനന്ദനും ഒന്നും നേടാതെ തിരിച്ചുപോയെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറഞ്ഞു. രണ്ട് നേതാക്കളും ആദിവാസികളെ കൊണ്ട് ഭരണകൂടത്തിനു വേണ്ടി തട്ടിപ്പ് നടത്തുകയാണെന്നും സർക്കാരാകട്ടെ ആദിവാസികളെ വഞ്ചിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആറളം ആദിവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPIM നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാപ്പകൽ തുടികൊട്ട് സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് പോയി 163 ദിവസം എന്ത് സമര നടത്തിയത്? എന്താ നേടിയത്? ആർക്ക് എന്ത് നേടാൻ കഴിഞ്ഞു? ഒന്നും നേടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഒരു ഭരണകക്ഷിയുടെ തട്ടിപ്പിന് വിധേയമാകാൻ രണ്ട് നേതാക്കള്, അവർക്ക് വേണ്ടി പ്രചാരവേല നടത്താൻ രണ്ട് നേതാക്കള് ആദിവാസികളെ വഞ്ചിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാവോയിസ്റ്റുകൾ ആദിവാസി ജനതയെ ചൂഷണം ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ആദിവാസികളുടെ ഭവന നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുക, പുനരധിവാസ മേഖലയിലെ ആദിവാസികൾക്ക് ജോലി സ്ഥിരപ്പെടുത്തുക, വന്യജീവികളിൽ നിന്നും സംരക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ നടത്തുന്ന തുടികൊട്ട് രാപ്പകൽ സമരം തുടികൊട്ടിക്കൊണ്ടാണ് EP ജയരാജൻ MLA ഉദ്ഘാടനം ചെയ്തത്. CPIM ജില്ലാ സെക്രട്ടറി P ജയരാജൻ അധ്യക്ഷനായിരുന്നു. ആറളം ഫാമിലെ 25 ആദിവാസികളാണ് സത്യഗ്രഹം നടത്തുന്നത്. MLA മാരായ TV രാജേഷ്, C കൃഷ്ണൻ, ജെയിംസ് മാത്യു തുടങ്ങിയവർ രാപ്പകൽ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ശ്രീ M നയിക്കുന്ന പ്രത്യാശയുടെ പദയാത്ര കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ചു. സമാധാനത്തിനും മൈത്രിക്കും വേണ്ടി കശ്മീർ വരെ നീളുന്ന യാത്ര മാനവ് ഏകതാ മിഷനാണ് സംഘടിപ്പിക്കുന്നത്. 11 സംസ്ഥാനങ്ങളിലൂടെയുള്ള യാത്ര 6500 കിലോമീറ്റർ സഞ്ചരിക്കും. സമാധാനത്തിനും മൈത്രിക്കും വേണ്ടി ശ്രീ M നയിക്കുന്ന കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള പ്രത്യാശയുടെ പദയാത്രയ്ക്കാണ് കന്യാകുമാരി മുനമ്പിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. 11 സംസ്ഥാനങ്ങൾ പിന്നിടുന്ന യാത്ര 6500 കിലോമീറ്റർ താണ്ടി 18 മാസങ്ങൾക്ക് ശേഷമാകും കാശ്മീരിലെ ശ്രീനഗറിൽ സമാപിക്കുക. 10 ദശലക്ഷം ഇന്ത്യക്കാർ പദയാത്രയുടെ ഭാഗമാകും. പ്രതീക്ഷ, സ്നേഹം, സമാധാനം, മൈത്രി, ഏകത്വം തുടങ്ങിയവ നവചൈതന്യമേകി പുനഃസ്ഥാപിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. കന്യാകുമാരി മുനമ്പിൽ നടന്ന ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി കരൺ സിംഗ് ആണ് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത്. യാത്രയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് ശ്രീ M ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ എല്ലാ മനുഷ്യരും അതിനെ സപ്പോർട്ട് ചെയ്യുമെന്നും ഇന്ന് നടക്കുന്ന മനുഷ്യർ തമ്മിലുള്ള വഴക്കും പരിപാടിയൊക്കെ ഒരുവിധം നിർത്താനും കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ്
ഈ ആശായാത്ര എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇത് ചെയ്യുന്നു. ഓരോ ദിവസവും 15 മുതൽ 18 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന പദയാത്ര മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലത്ത് വിശ്രമിക്കുകയും വിവിധ മതസ്ഥരുമായി സൗഹൃദ സംവാദങ്ങൾ സംഘടിപ്പിച്ചുമാകും മുൻപോട്ട് പോകുക. 18-ന് പദയാത്ര തിരുവനന്തപുരത്ത് പ്രവേശിക്കും. വർഗീയ സംഘർഷങ്ങളിൽ രാജ്യം നട്ടം തിരിയുമ്പോഴാണ് സമാധാനവും മൈത്രിയും എന്ന വലിയ സന്ദേശം ഉയർത്തി ശ്രീയം തൻ്റെ യജ്ഞം ആരംഭിച്ചിരിക്കുന്നത്. കന്യാകുമാരിയിൽ നിന്നും ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം ലെസ്ലി ജോൺ. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 7-ന്, വോട്ടെണ്ണൽ ഫെബ്രുവരി 10-നും നടക്കും. പത്രിക സ്വീകരിക്കാനുള്ള അവസാന ദിവസം ഈ മാസം 21-നാണ്. ജയലളിതയുടെ മണ്ഡലമായ ശ്രീരംഗത്ത് അടുത്ത മാസം 13-ന് തെരഞ്ഞെടുപ്പ് നടക്കും. മകരസംക്രമ ദിനത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ടു. ഉച്ചയ്ക്ക് 1 മണിക്ക് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര 14-ന് സന്നിധാനത്തെത്തിച്ചേരും. പന്തളം കൊട്ടാരത്തിലെ രാമവർമ്മ തിരുവാഭരണത്തെ അനുഗമിക്കുന്ന രാജപ്രതിനിധിക്ക് ഉടവാൾ കൈമാറിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്ന് വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെത്തിച്ച തിരുവാഭരണങ്ങൾ ക്ഷേത്രത്തിലെ ആചാര ചടങ്ങുകൾക്ക് ശേഷം പെട്ടിയിലാക്കി. പ്രത്യേക പൂജയ്ക്ക് ശേഷം 1 മണിക്ക് പുറത്തിറക്കിയ തിരുവാഭരണ പെട്ടികൾ തിരുവാഭരണ വാഹക സംഘം ഏറ്റുവാങ്ങി. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളും സ്വർണ്ണ പൂജാപാത്രങ്ങളും എഴുന്നള്ളത്തിനായുള്ള കൊടിയുമാണ് ഘോഷയാത്രയായി സന്നിധാനത്തെത്തിക്കുക. കാടും മലയും കാട്ടരുവികളും കടന്ന് കാനനപാതയിലൂടെ 75 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തുന്നത്. തിരുവാഭരണ പാതയിലെ പുരാതന ക്ഷേത്രങ്ങളിലെയും കുടുംബങ്ങളിലെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഘോഷയാത്ര നീങ്ങുക. വൃശ്ചികം 1 മുതൽ വ്രതമനുഷ്ഠിക്കുന്ന തീർത്ഥാടകരാണ് തിരുവാഭരണ ശിരസിലേറ്റി സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചത്. വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് മണികണ്ഠൻ ആൽത്തറയിൽ ആദ്യ സ്വീകരണം നൽകി. കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കുളനട ഭഗവതി ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങൾ പിന്നിട്ട് ഇന്ന് അയിരൂർക്കാവിലാണ് സംഘം തങ്ങുന്നത്. നാളെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ലാഹാസത്രത്തിൽ വിശ്രമിക്കും. മകരവിളക്ക് ദിവസമായ ജനുവരി 14-ന് നിലക്കൽ ക്ഷേത്രം വഴി കാനനപാത പിന്നിട്ട് സന്ധ്യയോടെ സന്നിധാനത്തെത്തും. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷമാകും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുക. ക്യാമറാമാൻ ജയപ്രകാശിനൊപ്പം ദിൽജിത്ത് CG, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.